ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പിയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസ് അപ്പോസ്തലന്റെ പ്രാരംഭ പ്രാർത്ഥനയുടെ പാരമ്യമാണ് ഫിലിപ്പിയർ 1:11 കാണുന്നത്. അതിനർത്ഥം ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരുടെ പ്രവൃത്തികളിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ദൈവത്തിന് മഹത്വവും ബഹുമാനവും നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതി എന്ന ഫലം നിറഞ്ഞവരായി തീരണമെന്ന് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയിലൂടെ നീതിയുടെ ഫലങ്ങളാൽ നിറഞ്ഞ് ദൈവിക സ്വഭാവം, ധാർമ്മിക തെരഞ്ഞെടുപ്പുകൾ, നല്ല പ്രവർത്തികൾ എന്നിവയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം വിശ്വാസിക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു മുന്തിരിയിൽ കാട്ടുമുന്തിരിങ്ങ കായ്ക്കാതെ നല്ല ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു വിശ്വാസി സ്വാഭാവികമായും സ്നേഹം, ദയ, നീതി എന്നിവയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. അത് സ്വയം ഉണ്ടാക്കാവുന്നതല്ല. തോട്ടക്കാരനായ പിതാവിനാൽ സംരക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അത് സാധ്യമാകുകയില്ല. ഈ ഫലഭൂയിഷ്ടമായ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വിശ്വാസി സ്വന്തം നന്മയെക്കുറിച്ച് പ്രശംസിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുക എന്നതാണ്. ക്രിസ്ത്യാനികൾ രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയെയും സ്വഭാവത്തെയും മഹത്വപ്പെടുത്തുന്നു. വാക്യത്തിലെ സന്ദർഭം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായ പ്രത്യാശയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വാക്യം ഉപസംഹരിക്കുന്നത്. വിശ്വാസികളുടെ സ്നേഹം ജ്ഞാനത്തിലും വിവേകത്തിലും വളരണമെന്നും അങ്ങനെ അവർക്ക് ക്രിസ്തുവിൻ്റെ ദിവസം വരെ കുറ്റമറ്റ ജീവിതം നയിക്കുവാൻ കഴിയുമെന്നും പൗലോസ് പ്രത്യാശിക്കുന്നു. നീതിയുടെ ഫലം നേടുന്നതിനാവശ്യമായ ഈ കുറ്റമറ്റ ജീവിതം മനുഷ്യൻ്റെ ഇച്ഛാശക്തിയിൽ മാത്രം നേടിയെടുക്കുന്ന ഒന്നല്ല. അത് യേശുക്രിസ്തുവിലൂടെ വരുന്ന നീതിയുടെ ഫലത്താൽ നിറഞ്ഞതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഊന്നിപ്പറയുന്നു. ഈ ഫലപ്രദമായ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ സ്വന്തം ഉയർച്ചയല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വവും സ്തുതിയുമാണ്. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതി എന്ന ഫലം നിറഞ്ഞവരുമായി തീരണമെന്ന അപ്പോസ്തലൻ്റെ പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനം 1:9 മുതൽ 11 വരെയുള്ള ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് പുതിയ നിയമവിശ്വാസികളായി നമ്മുടെ ആത്മീയ വളർച്ച നിഷ്ക്രിയമാകരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതിനായി പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ ശക്തിയെ ആശ്രയിച്ചുള്ള മനഃപൂർവമായ തെരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ബലമുള്ള കൈക്കെഴുത്താണിരിക്കുവാൻ അവിടുത്തെ മക്കളായി നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിന് നമുക്കിടയായാൽ നമ്മളുടെ ജീവിതം പുഷ്പിക്കും, സംശയമില്ല. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ.